നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് സൈന്യത്തെ ഇറക്കിയിരിക്കുകയാണ്. സൈന്യത്തെ ഇറക്കി ISISൻ്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിച്ചു, നിരവധി പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ലോകത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ ട്രംപ് സംരക്ഷിക്കുമോ? ക്രൈസ്തവരെ സംരക്ഷിക്കൽ തൻ്റെ ദൗത്യമാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നവർ ആരായിരുന്നാലും അവരെ താൻ ഉപദ്രവിച്ചിട്ട് അവരോട് ആദ്യം പറയും, പിന്നെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവരെ താൻ സൈനികമായിട്ട് അവരെ നേരിടും എന്നാണ് ട്രംപ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ആഗോള അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നത് പ്രധാനമായിട്ടും ഇസ്ലാമിനാണ്. ലോകത്ത് ഇസ്ലാം ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റ് ആ മതം ആവിർഭവിച്ച കാലം തുടങ്ങിയുള്ളതാണ്. പ്രവാചകൻ്റെ കാലം തുടങ്ങി തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ശണ്ടയും സംഘർഷവും ഉണ്ട്. അത് പിന്നീട് ആ സംഘർഷം വളർന്ന് വന്നപ്പോഴാണ് അത് കുരിശുയുദ്ധമായിട്ട് യൂറോപ്പിലാകെ മാറിയത്. കുരിശുയുദ്ധം ഇസ്ലാമിൻ്റെ ആധിപത്യം ലോകത്തിൽ ക്രൈസ്തവ രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാം മതവും, ക്രൈസ്തവരുടെ ആധിപത്യം ഇസ്ലാം രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ രാജ്യങ്ങളും മതത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തിയ യുദ്ധമാണ് കുരിശുയുദ്ധം. അതിനങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ഒരു രത്ന ചുരുക്കത്തിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ആ കുരിശുയുദ്ധകാലത്താണ് ഒരുപാട് പേരുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ പുറത്താണ് മനുഷ്യരെ ഇറക്കി വിടുന്നത്. അതിൽ പറഞ്ഞിരുന്നത് നിങ്ങളുടെ വിശ്വാസം അപകടത്തിലാണ് എന്നാണ്. ആ വിശ്വാസം അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ അങ്ങനെ നൈറ്റ്ഹുഡൊക്കെ വരുന്നത് അങ്ങനെയാണ്. വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനാണ്. ആ വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ സംഘത്തെ രണ്ട് കൂട്ടരും ഉണ്ടാക്കി. രണ്ട് കൂട്ടർക്കും അതിനകത്ത് മാർട്ടയേഴ്സ് ഉണ്ടായി. അവർ രണ്ട് കൂട്ടരും അവരെ ആരാധിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് സെയിൻറ്റ്ഹുഡ് കൊടുത്തപ്പോൾ ഇവരെ ഷഹീദുകളാക്കി ഇവർക്ക് ഖബറിടങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു പശ്ചാത്തലം. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു ഇസ്ലാമിക ക്രൈസ്തവ സംഘർഷം ലോകത്തിൻ്റെ ഇതര വേദികളിലുണ്ടായിട്ടുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, സ്വീഡനിൽ ഉണ്ട്, ഹംഗറിയിലുണ്ട്, പോളണ്ടിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഇങ്ങനെ ഫ്രാൻസിലുണ്ട്, ഇങ്ങനെ പല അമേരിക്കയിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. എവിടെയെല്ലാം ക്രൈസ്തവ ഇസ്ലാമികരുണ്ടോ അവിടെയെല്ലാം ഈ സംഘർഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കാണ് എന്ന് കണ്ടിട്ടാണ് ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താൻ ഇറങ്ങിത്തിരിക്കും എന്ന് ട്രംപ് ലോകത്തോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവരുടെ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നിവരോട് ആവശ്യപ്പെട്ട് അവർ വിട്ടുനിന്നില്ല. അങ്ങനെ വിട്ടുനിൽക്കാന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്ന് ട്രംപ് പറഞ്ഞ് അവരത് കേട്ടില്ല, വകവച്ചില്ല. അങ്ങനെയാണ് ഇപ്പോഴിവരെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചത് ട്രംപിന് ഇതിനകത്ത് എന്താ കാര്യം എന്നാണ്. ട്രംപിന് കാര്യമുണ്ട്. കാരണം ലോക മുതലാളിത്തത്തിൻ്റെ മാത്രമല്ല, ലോക ക്രിസ്ത്യാനിറ്റിയുടെയും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയെ ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും മതശക്തിയുമാക്കി എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു മനുഷ്യൻ്റെ പേരാണ് ജോസഫ് എഡ്ഗാർ ഹൂവർ എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹമാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും CIA ഉണ്ടാക്കിയത്. അദ്ദേഹം മരിക്കുന്നത് വരെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇതായിരുന്നു, ഈ ഡയറക്ടറായിട്ടിരുന്ന് ചെയ്തൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മുദ്രാവാക്യം നാച്ചുറലി ബോൺ വൈറ്റ് അമേരിക്കൻ ക്രിസ്ത്യൻ നാഷണലിസം എന്നാണ്. അപ്പോൾ അമേരിക്കക്കാരനായിട്ട് സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ജനിച്ച വെള്ളക്കാരനും ക്രിസ്ത്യാനിയുമായവൻ്റെ ഒരു ദേശീയതയാണ് അദ്ദേഹം വളർത്തിയെടുത്തത്. ആ ദേശീയതയുടെ അടിത്തറയിലാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാക്കിയെടുത്തത്. ലിയോൺ മാർട്ടിൻ എന്ന് പറയുന്ന സ്റ്റാൻഫോർഡിലൊരു പ്രൊഫസർ ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തി എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നൊരു പുസ്തകമുണ്ട്. അതാണ് ഗോസ്പൽ ഓഫ് ജെ എഡ്ഗാർ ഹൂവർ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CIA രൂപപ്പെടുത്തുന്ന സമയത്ത് അതിൽ എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് അമേരിക്കൻ വെള്ളക്കാരനായിരിക്കണം,
അവൻ ക്രൈസ്തവനായിരിക്കണം, അവൻ പെന്തക്കോസ്റ്റ് ആയിരിക്കണം. പക്ഷേ അതിനകത്ത് ഇടയ്ക്ക് വെച്ച് ഒരു ചെറിയൊരു കോംപ്രമൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റിനോടൊപ്പം കത്തോലിക്കനെ കൂടി ഉൾപ്പെടുത്തും. പക്ഷേ ആ കത്തോലിക്കനാണെങ്കിൽ അവൻ ആരായിരിക്കണം? അമേരിക്കയിൽ ജനിച്ച വെള്ളക്കാരനായിരിക്കണം, ക്രിസ്ത്യാനി ആയിരിക്കണം. അങ്ങനെ അവരുടെ ഒരു 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 മേൽനോട്ടത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CIA രൂപപ്പെട്ടത്. ഈ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലും CIA-ക്കും റിട്രീറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, നവീകരണ ധ്യാനം. അത് സാധാരണഗതിയിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവരായിട്ടുള്ള പാതിരിമാർക്കും പുരോഹിതർക്കും ഒരു കൊല്ലത്തിൽ നടക്കുന്നതാണ്. ആ റിട്രീറ്റ്, ഈ നവീകരണ ധ്യാനം, ഈ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലും CIA-യിലും ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ കൊല്ലവും ഒരു മാസം ഉണ്ടായിരുന്നു. അതിൽ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് ആ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നത് ജസ്യൂട്ട് പ്രീസ്റ്റുമാരെയാണ്. അവരും ഈ കണ്ടീഷൻ ഉണ്ടാകണം കേട്ടോ. അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വെളുത്തവൻ്റെയും ക്രിസ്ത്യാനിയുടെയും ആ ദേശീയതയായിരിക്കണം. അതിൽ പ്രഥമമായിട്ട് വേണ്ടത് തീർച്ചയായിട്ടും മെത്തേഡിസ്റ്റ് ചർച്ചും ബാക്കിയുള്ള ചർച്ചുകളും ഒക്കെ ആയിട്ടുള്ള പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുടെ ചർച്ച ആയിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപത്തിൽ നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു രാജ്യം, അവരുടെ ഔദ്യോഗിക മതം ക്രിസ്തു മതമല്ലേ? നിങ്ങളത് ഈ പറയണം, അല്ലാതെ പറയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. ജനാധിപത്യവും മതേതരത്വമൊക്കെ ഉണ്ട്, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഔദ്യോഗികമായിട്ട് അവരുടെ മതം ക്രിസ്തു മതമാണ്. അപ്പം ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കാനും ഇസ്ലാമിക ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനും അവതരിച്ചിരിക്കുന്ന ഒരാളാണ് ട്രംപ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുരിശ് യുദ്ധത്തിൻ്റെ കാലത്ത് കത്തോലിക്ക സഭയ്ക്കായിരുന്നു ഇതിൻ്റെ നേതൃത്വമെങ്കിൽ, അല്ലെങ്കിൽ ഈ മറ്റേ ഓർത്തഡോക്സ് ക്രസൻറ്റത്തിനായിരുന്നു അതിൻ്റെ നേതൃത്വമെങ്കിൽ, ഈ കാലത്ത് ആ നേതൃപദവിയിലേക്ക് സ്വയം അവരോധിതമായിട്ട് വരുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കക്ക് നൈജീരിയയിലെ ക്രൈസ്തവരെ മാത്രമല്ല, ലോകത്തിലെ ക്രൈസ്തവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത അമേരിക്കക്കുണ്ട്. അമേരിക്കയുടെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ ലോകത്ത് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടരുത് എന്നുള്ളതാണ്. അങ്ങനെ ക്രൈസ്തവർക്ക് ഒരു രക്ഷകനായിട്ട് വരുന്ന ഒരു രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു. അവർ സ്വയം സമർപ്പിത രക്ഷകരാണ് അവർ. അങ്ങനെ അവർക്ക് വരാൻ പാടില്ലേ? നിങ്ങളെന്തിനാ അതിനെ എതിർക്കുന്നത്? അവരവരുടെ മതം, അവർക്ക് മതവിശ്വാസമുണ്ട്, ആ മതത്തെ നശിപ്പിക്കരുത് എന്നുള്ളതാണ്. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന കക്ഷി എത്രയോ കാലം ഇതിൻ്റെ നേതാവായിരുന്നു. ഇതിന് ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളവരാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും CIA-ക്കും. ബില്ലി ഗ്രഹാമിനറിയാമല്ലോ, ഇവാഞ്ചലിസ്റ്റിൻ്റെ ഇതാണ്. ആ ഇവാഞ്ചലൈസേഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും CIA-യുടെയും. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് ശേഷമാണ് CIA ഉണ്ടാക്കുന്നത്. ഇത് ഹൂവർ രണ്ടിൻ്റെയും നേതാവായിരുന്നു, ഡയറക്ടർ. അയാൾ തീരുമാനിക്കുന്നതായിരുന്നു അതിനകത്ത്. ആര് വേണം, എങ്ങനെ വേണം, ആരെ എടുക്കണം, ആരെ കൊള്ളണം, ആരെ തള്ളണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഹൂവറാണ്. ഹൂവറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരു പള്ളിയിൽ ഒരു വിൻഡോ ഹൂവറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് സ്മാരകമായിട്ട്. അപ്പോൾ അയാൾക്ക് എത്രയോ സ്വാധീനം അവിടെ ഉണ്ടായെന്ന് നിങ്ങൾ നോക്കണം. മെത്തേഡിസ്റ്റ് ചർച്ചിൽ പെട്ട ഒരാളായിരുന്നു ഹൂവർ. ആ മെത്തേഡിസ്റ്റ് ചർച്ചിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധന്മാരെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംഗതിയാണത്. അത് കാശിൻ്റെ ഒരു പുറത്താണ്. കാശ് മാത്രമല്ല, അവരുടെ വിശ്വാസം, അതും അതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ ആ രീതിയിൽ പകുത്തെടുത്തൊരു രാജ്യമാണത്. ആ രാജ്യം തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതവരുടെ കടമയായിട്ട് അവർ കരുതുന്നു. അപ്പോൾ ലോകത്തെവിടെയെല്ലാം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം രക്ഷകനായി അമേരിക്ക എത്തും എന്നാണ് ഇത് ലോകത്തിന് അമേരിക്ക കൊടുക്കുന്ന സന്ദേശം.